ഒരു പീസ് തണിവന്തം കഴിക്കുന്നതിന് 50 രൂപ കിട്ടും. തയ്യാറാണോ? ഒരു ചലഞ്ച് ഉണ്ട്. ഈ ബിരിയാണി ഫുള്ള് കഴിക്കുകയാണെങ്കിൽ അച്ഛന് 200 രൂപ കിട്ടും. ചലഞ്ച് ഉണ്ട്. ഈ ബിരിയാണി കഴിച്ചാൽ ചേച്ചിക്ക് 200 രൂപ കിട്ടും. നമസ്കാരം. മിക്ക ദിവസങ്ങളിലും ഈ രാഷ്ട്രീയത്തിലെ കോമാളിത്തരങ്ങളും മറ്റ് നെഗറ്റീവ് വാർത്തകളും ഒക്കെ അല്ലേ കൈകാര്യം ചെയ്യുന്നത്. അത് കണ്ട് കേട്ട് നമ്മളെല്ലാവരും മടുത്തു. ഇതിനൊക്കെ ഇടയ്ക്ക് മനസ്സിനെ വല്ലാതെ കുളിരണിയിക്കുന്ന ഒരു വീഡിയോ, ഒന്നല്ല 2-3 വീഡിയോകൾ ഒരാളുടേതായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചലഞ്ച് ഉണ്ട്. ഈ ബിരിയാണി കഴിച്ചാൽ ചേച്ചിക്ക് 200 രൂപ കിട്ടും. ചേച്ചിയുടെ മക്കളൊക്കെ പറഞ്ഞില്ലേ? 2 മക്കളും കൊടുത്തു, 2 പേരില്ലേ? മിഥുൻ എന്ന യുവാവ് ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാകുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, എങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വൈറലാകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക് അവരർഹിക്കുന്നത് എന്താണോ അത് കൃത്യമായ സമയത്ത് കൊടുക്കുക. എന്നാൽ അതൊരു ഔദാര്യമായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യരുത്. നമ്മൾ കൈനീട്ടി അവരെ സഹായിക്കുന്നുമുണ്ട്, എന്നാൽ അതൊരു ഔദാര്യമായിട്ട് അവർക്ക് തോന്നുന്നുമില്ല. അച്ഛാ, ഒരു ചലഞ്ച് ഉണ്ട്. ഈ ബിരിയാണി ഫുള്ള് കഴിക്കുകയാണെങ്കിൽ അച്ഛന് 200 രൂപ കിട്ടും. ഈ കൈനീട്ടി വാങ്ങുന്നവരുടെ ആത്മാഭിമാനത്തെ ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത തരത്തിൽ അവരെ സഹായിക്കുന്ന ഒരു പ്രവണത, ആ ഒരു രീതി അതെനിക്ക് വളരെ ഇഷ്ടമായി. 2-3 വീഡിയോകൾ കണ്ടു. എന്തിനാണ് ഞാൻ കരഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ സന്തോഷം കൊണ്ട് ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതൊരു പ്രത്യേക തരം അനുഭൂതിയാണ്. ഇഷ്ടപ്പെട്ടോ? നല്ലോണം ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. അപ്പം മേടിച്ചോ? ഓരോരുത്തരെ കാണുമ്പോൾ അറിയാം അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുന്നത് പോലെ. അങ്ങനെ മറ്റുള്ളവരുടെ മുഖം നോക്കി അവരുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിലും ഒരു മനുഷ്യത്വം, നല്ലൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം, എങ്കിലേ അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാൻ ഒരുപാട് ട്രെൻഡിങ് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ലാവിഷായിട്ട് പൈസ ചിലവാക്കി ഏതെങ്കിലുമൊക്കെ പാർലറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളിലോ ഒക്കെ കയറാൻ പോകുന്ന ആളുകളെ വിളിച്ച്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ വിളിച്ച് നിർത്തി, യുവാക്കളെയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് ഒരു ഫുൾ പൊരിച്ച കോഴി കഴിക്കുകയാണെങ്കിൽ ഇത്ര രൂപ തന്നേക്കാം, ഒരു നോട്ട് കെട്ടൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ച. അവർക്കത് വേണ്ട, അവർ കുറച്ച് കഴിച്ചിട്ട് മടുത്തു, വേണ്ട എന്ന് പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അതിൻ്റെ കൂടെ കുറേ ക്യൂട്ട്നെസ് വാരി വിതറലും കുറേ പ്രഹസനങ്ങളും ഒക്കെ കാണിക്കും. പക്ഷേ അത് അർഹതപ്പെട്ട ആൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മളപ്പോൾ വിചാരിക്കും അല്ലേ. ആ പണം അല്ലെങ്കിൽ ആ ആഹാരം അർഹതപ്പെട്ട ആളുകൾ എത്രയോ പേര് ഈ ലോകത്തുണ്ട്, അവർക്കത് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എനിക്കറിയില്ല, ഞാൻ വ്യക്തിപരമായിട്ട് ഈ യുവാവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, വല്ല മാർഗവുമുണ്ടോ എന്ന്. പക്ഷേ യാതൊരു നിവൃത്തിയും കണ്ടില്ല. മിഥുൻ എന്നാണ് ആ യുവാവിൻ്റെ പേര്. ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു, ഒരുപാട് പേരുടെ പ്രാർത്ഥന അർഹിക്കുന്നു ഈ യുവാവ്. അതിനോടൊപ്പം തന്നെ ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥ കൂടി നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. മക്കൾ 2 പേരുണ്ട്, അതിനൊരു പങ്ക് അവർക്കും കിട്ടണ്ടേ. ഒരമ്മയെ വിളിച്ച് ബിരിയാണി കൊടുത്തപ്പോൾ, അവർ ലോട്ടറി വിറ്റ് ജീവിക്കുകയാണ്, അവർക്ക് ബിരിയാണി കൊടുത്തപ്പോൾ പാതി കഴിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ്. വീട്ടിൽ മകന് ഇഷ്ടമാണ്, മക്കൾക്ക് ബിരിയാണി ഇഷ്ടമാണ്, അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് പൊതിഞ്ഞ് എടുക്കുന്ന അമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം നമ്മുടെ കിട്ടിയാൽ മറ്റാരും കാണാതെ നമ്മളത് നമ്മുടെ ബാഗിൽ വെക്കും. ഇടത്തരക്കാർക്കും ഇല്ലായ്മക്കാർക്കും ഒക്കെ കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത് അല്ലേ, ഒരു അനുഭവമാണത്. അത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ, അല്ലെ എല്ലാവരുമായിട്ട് കുറേശ്ശെ വീതമാണെങ്കിലും പങ്കിട്ട് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി, സന്തോഷം. അതുപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ കാണും അല്ലേ, നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ. നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാണ്. ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ഒരു നാരങ്ങ കിട്ടിയാലും അല്ലെങ്കിൽ 2 മിഠായി കിട്ടിയാലും അവരത് ബാഗിൽ വെച്ച് നമുക്ക് കൊണ്ടുതരും. എന്ന് പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടി ബിരിയാണി താൻ പകുതി കഴിച്ചിട്ട്, കഴിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അത് പകുതിയെങ്കിലും ആ അമ്മ കഴിച്ചിട്ട് ബാക്കി പകുതി മക്കൾക്ക് പൊതിഞ്ഞെടുത്തു. അത് കണ്ടുകൊണ്ട് മക്കൾക്ക് 2 പേർക്കും പ്രത്യേകം 2 ബിരിയാണിയും അമ്മയ്ക്ക് കുറച്ച് പണവും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ മിഥുൻ കൊടുത്ത് സഹായിക്കുകയാണ്. ദൈവമേ, 2 മക്കളും കൊടുത്തു, 2 പേരില്ലേ? എത്ര നല്ല മനസ്സാണ്, എത്ര നല്ല മാതൃകയാണ്. പക്ഷെ ഇതൊരു ചലഞ്ചാണ്. ഈ ബിരിയാണി മുഴുവൻ കഴിച്ചാൽ 200 രൂപ തരാം എന്ന് പറഞ്ഞൊരു ചലഞ്ചായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് താൻ ഏതോ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എന്നുള്ള ഒരു തോന്നലുമായി കൈ നീട്ടി ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകുന്ന കൂട്ടത്തിലാണെങ്കിൽ അതുണ്ടാകുന്നുമില്ല. അതുപോലെ തന്നെ ഒരു വൃദ്ധൻ്റെ അടുത്തും ചെന്ന് അദ്ദേഹത്തിനും ആഹാരം കൊടുത്തു. ആ വൃദ്ധനാണെങ്കിലും ആഹാരം പാഴാക്കുന്നില്ല, അദ്ദേഹത്തിന് അത്രയേ കഴിക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കി പൊതിഞ്ഞെടുത്തു. വൈകുന്നേരം കഴിക്കാമല്ലോ. അപ്പച്ചന് ഞങ്ങൾ 200 രൂപ എന്തായാലും തരും, കാരണം ഫുഡ് വേസ്റ്റ് ആക്കിയല്ലേ, വൈകിട്ടത്തേക്കും കൂടി വെച്ചോണ്ട്. എത്ര പേര് ചെയ്യും? ഇന്നത്തെ തലമുറയിൽപ്പെട്ട എത്ര പേര് ചെയ്യും? കഴിച്ചതിൻ്റെ ബാക്കി ഉടനെ കൊണ്ട് തട്ടിയിരിക്കുക. ചോറ് ബാക്കി വരുന്നത്
എത്രയാണ് നാഴിക്കണക്കിനാണ് ചോറ് കൊണ്ട് ഓരോരുത്തരും കൊണ്ട് തട്ടുന്നത്. ഓരോ വീടിൻ്റെ പിന്നാമ്പുറത്തേക്കൊക്കെ ചെന്നാൽ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ചോറ്. ഇത്രയും വില കൂടിയ അരിയുടെ ചോറ് കളയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊക്കെ നിലത്തിരുന്ന് കഴിച്ചിട്ട് ഒരു ചോറ് താഴെ പോയാൽ അത് തന്നെ നമ്മളെ കൊണ്ടൊക്കെ തീറ്റിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് ആഹാരം പാഴാക്കുന്നതിന് ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ തലമുറയിൽപ്പെട്ട അച്ഛനമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ അറിയാമെങ്കിൽ പോലും ആഹാരം വേസ്റ്റ് ആക്കുന്നതിൽ അവരൊരു മടിയും കാണിക്കുന്നില്ല. എന്തിനാണ് പഴയ ആഹാരം കഴിക്കുന്നത്? പഴയ ആഹാരം കഴിക്കണമെന്നല്ല പറയുന്നത്, ഒരു നേരം നമുക്ക് ആവശ്യമുള്ള ആഹാരം വെച്ചുണ്ടാക്കിയാൽ പോരെ. അതെന്തിനാ വേസ്റ്റ് ആക്കുന്നത്? അത് അർഹിക്കുന്ന എത്രയോ പേർ ലോകത്തുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്ന എത്രയോ പേർ ഇപ്പോഴും ലോകത്തുണ്ട് അല്ലേ? പിന്നെ തണ്ണിമത്തൻ, ഒരു പീസ് തണ്ണിമത്തങ്ങ കഴിച്ചാൽ 50 രൂപ തരാം, ഇതെല്ലാം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷീണിച്ച് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചൂടും ഈ ഒരു കാലാവസ്ഥയ്ക്കുമൊക്കെ ഒരാൾക്ക് എന്ത് ആശ്വാസമാകും? പണം കൊടുത്ത് വാങ്ങി കഴിക്കാനില്ലാത്ത എത്രയോ പേര് കാണും. ചേട്ടാ, ഒരു ചലഞ്ചാണ്. ഒരു പീസ് തണ്ണിമത്തം കഴിക്കുന്നതിന് ചേട്ടൻ 50 രൂപ വെച്ച് കിട്ടും. ചേട്ടൻ കഴിക്കാൻ തയ്യാറാണോ? അവരോട് അങ്ങോട്ട് ചെന്ന് ഇത് കഴിച്ചാൽ 50 രൂപ തരാം, ഇതൊരു കളിയാണ് എന്നുള്ള രീതിയിൽ ചെല്ലുന്നു. അദ്ദേഹം അത് കഴിക്കുന്നു. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി സുഖമില്ലാത്ത ആളാണെന്ന് മനസ്സിലാകുന്നു, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാകുന്നു, സഹായം ആവശ്യമുള്ള ആളാണെന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിലൂടെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു, തണ്ണിമത്തനൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു, കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പണവും കൊടുത്ത് സഹായിച്ചു. ആഹാ, എത്ര തൃപ്തിയായിട്ട് ആ കുട്ടിക്കൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും. ആ മിഥുനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എവിടെങ്കിലും ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ നന്ദി. ഇത്രയും നല്ല മനസ്സ് ഇന്നത്തെ കാലത്തും സൂക്ഷിക്കുന്നതിന്. അങ്ങോട്ടും ഇങ്ങനെ തന്നെ പോകട്ടെ. വൈറലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ മാറി ചിന്തിക്കാൻ ഒരു കാരണവശാലും തയ്യാറാകരുത്. ഈ നന്മ കാത്തു സൂക്ഷിക്കുന്നവരോട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെങ്കിലുമൊക്കെ നിൽക്കുന്നത്. ഇതിങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ നന്മ അങ്ങനെ തന്നെ അവശേഷിപ്പിക്കണം. മറ്റൊന്നും കണ്ട് മഞ്ഞളിക്കരുത്. ഒന്നിനും പിന്നാലെ ഭ്രമിച്ച് ഓടരുത്. ഇങ്ങനെ തന്നെ തുടരുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രഹസനങ്ങൾ കാട്ടിക്കൂടുന്ന ആളുകളോട് ഇങ്ങനെ ഒരു അടുക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് അത് എത്ര എണ്ണം എണ്ണിയെടുക്കാൻ പറ്റും അത്രയും എടുത്തോ എന്നൊക്കെ പറയും. ഓരോരുത്തരുടെ ആരോഗ്യം പോലൊക്കെ അവർ എണ്ണിയെടുക്കുകയുള്ളൂ. അതൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ട എത്രയോ പേരെ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന വീട്ടുകാരുണ്ട്, മരുന്നിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരു വീടില്ലാതെ വാടക കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അന്നത്തെ ദിവസ ചെലവിന് വേണ്ടിയിട്ട് അവർക്ക് അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അറിവിലുള്ള സഹായത്തിന് അർഹതയുള്ള ആളുകളെ നേരിട്ട് സഹായിക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ സമീപിക്കുന്ന ആളുകൾ എല്ലാവരും പണത്തിന് ആവശ്യമുള്ളവരായിരിക്കണമെന്നില്ല. എത്ര വേണമെങ്കിലും എണ്ണി എടുത്തോളാൻ പറഞ്ഞാൽ അവരെടുത്തിട്ടങ്ങ് പോകും. അതേസമയം തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരിക്കും അതിൻ്റെ ആവശ്യക്കാരൻ, അർഹതപ്പെട്ട ആള്. പിന്നെ വേറൊരു ട്രെൻഡാണ് കാണുന്നത്, ഗീവ് അവേ എന്ന് പറയുന്ന ഒരു സാധനം. ഇതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, അതിന് കഴിഞ്ഞില്ല. ഇതിൻ്റെ കൂടെ പറയാം. ചില ആളുകളൊക്കെ വന്നിട്ട് ഇത് വിഷു അല്ലേ വരുന്നത്, പെരുന്നാളല്ലേ വരുന്നത്, ക്രിസ്മസ് അല്ലേ വരുന്നത്, ഈസ്റ്റർ അല്ലേ വരുന്നത്, നിങ്ങൾക്കെല്ലാം കുറച്ച് പൈസ തന്നേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് കുറേ പൈസ ഇങ്ങനെ കാണിക്കും. ഇത്രയും പണം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളിലൊരു 5 പേർക്ക് തരും, അല്ലെങ്കിൽ ഒരു 10 പേർക്ക് ഇതിൽ നിന്നൊരു 10,000 രൂപ വെച്ച് തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ വന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം നിരന്തരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കം കമൻറ്റ് ചെയ്യൂ. നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു വലിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് കേട്ടോ. അവർ നമ്മളെ, എൻ്റെ ഇപ്പോൾ വീഡിയോ ഞാൻ ഇടുന്നു, നിങ്ങളെല്ലാവരും ഇതിന് കമൻറ്റ് ചെയ്യും തോറും, അല്ലെങ്കിൽ ഷെയർ ചെയ്യും തോറും, ലൈക്ക് ചെയ്യും തോറും യൂട്യൂബിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് കൂടുകയാണ്. യൂട്യൂബ് മറ്റുള്ളവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് പേർ ഒരേ സമയത്ത് കാണുന്നുണ്ട്, ആളുകൾ അവരുടെ റിമാർക്സ് രേഖപ്പെടുത്തുന്നുണ്ട്, ആളുകൾ ഇതിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, ആളുകൾ ഇതിന് കൂടുതൽ ഒരു ഇഷ്ടം ഇതിനോട് കാണിക്കുന്നുണ്ട്, എന്തോ ഇതിലുണ്ട് എന്ന് യൂട്യൂബിന് തോന്നുന്നു. യൂട്യൂബ് അങ്ങനെ ഇത് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അതാണ് ചില വീഡിയോകൾ വലിയ തോതിൽ ആളുകൾ കാണുന്നതിൻ്റെ ഒരു രഹസ്യം, അതാണ് ഒരു ലോജിക്ക്, അതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ എന്താ കമൻറ്റ് ചെയ്യുന്നതെന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അറിയില്ല. അതുങ്ങൾക്ക് തലച്ചോറില്ലല്ലോ സ്വന്തമായിട്ട്. അപ്പോൾ എന്തോ എഴുതുന്നുണ്ട്, ഒരുപാട് എൻഗേജ്ഡ് ആകുന്നു ഇവരുടെ വീഡിയോകൾ. ആളുകൾ ഒരുപാട് ഇംപ്രഷൻസ് കൊടുക്കുന്നു ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും. അപ്പോൾ ഇവർക്ക് വരുമാനം കൂടുകയാണ്, ഇവരുടെ വ്യൂവർഷിപ്പ് കൂടുകയാണ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുകയാണ്, ഡിമാൻഡ് കൂടുകയാണ്. അങ്ങനെ ഇവർക്ക് വരുമാനം കൂടും.
അപ്പോൾ ഈ കൂടുന്ന വരുമാനത്തിന്റെ 1% പോലും ആകുന്നില്ല ഈ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ അപ്പോൾ വെറുതെ ആരെങ്കിലും 10,000 രൂപ കൊടുക്കുവോ, എന്താണെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ തുറന്നു പറയണം, ഞാനിങ്ങനെ ഈ ഗീവ് അവേ നടത്തുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ചില പരസ്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം പറയണം എന്ന് നിർബന്ധം വെക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ പരസ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ജനങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പറയണം, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എന്നിട്ട് സമ്മതമുള്ളവർ അത് രേഖപ്പെടുത്തുക എന്ന് പറയും. അപ്പോൾ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ ആശയങ്ങൾ കച്ചവടമാക്കാൻ ആളുകൾ നടത്തുന്നത്, കണ്ടന്റ് ക്രിയേറ്റർമാർ നടത്തുന്നത്. അതിനൊക്കെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, മിഥുനെ പോലെയുള്ള ആളുകൾ. അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് അവരൊക്കെ. നമ്മൾ അർഹതപ്പെട്ടവർക്ക് സഹായം കൊടുക്കുക, നമ്മുടെയൊക്കെ അറിവിലുള്ളവർക്ക്. വീടിൻ്റെ പടിക്കൽ വന്ന് അനാഥാലയത്തിലേക്കാണെന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന ആൾക്കല്ല കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇന്ന വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തൊരു വീട്ടിൽ അവർ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. കൺമുന്നിലുള്ള ആളുകളെ സഹായിക്കാതെ എവിടെങ്കിലുമൊക്കെ പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ യാതൊരു കാര്യവുമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ.